എവരിവൺ, ഫിലോമാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 സെപ്റ്റംബർ മാസത്തിലെ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. എന്തൊക്കെയാണ് അവയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാരീസ് പാരാലിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചവർ ആരൊക്കെ? 2 പേരാണ് ഇന്ത്യൻ പതാക വഹിച്ചവർ. സുമിത് ആൻഡിലും ഭാഗ്യശ്രീ ജാദവുമാണ്. ഇവർ 2 പേരും ഏത് സ്പോർട്സ് ഇനവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സുമിത് ആൻഡിൽ എന്ന് പറയുന്നത് ജാവലിൻ ത്രോയും ഭാഗ്യശ്രീ ജാദവ് ഷോട്ട് പുട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നും കൂടി പറയാം, പാരീസ് പാരാലിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചവരാണ് സുമിത് ആൻഡിലും ഭാഗ്യശ്രീ ജാദവും. സുമിത് ആൻഡിൽ ജാവലിൻ ത്രോയും ഭാഗ്യശ്രീ ജാദവ് ഷോട്ട് പുട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരീസ് പാരാലിമ്പിക്സിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ജേതാവ് ആര്? ഉത്തരം കരോളിൻ ഗ്രൂട്ട് ആണ്. നെതർലൻഡ് ആണ് ഇവരുടെ സ്വദേശമായി വരുന്നത്. കരോളിൻ ഗ്രൂട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സൈക്ലിംഗ് താരമാണ് കരോളിൻ ഗ്രൂട്ട്. പാരീസ് പാരാലിമ്പിക്സിൻ്റെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ജേതാവാണ് കരോളിൻ ഗ്രൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 2 പാരാലിമ്പിക്സുകളിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലഖാര. അവനി ലഖാര റൈഫിൾ ഷൂട്ടർ ആണെന്നും ഓർക്കുക. സ്വദേശം രാജസ്ഥാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തുടർച്ചയായ 2 പാരാലിമ്പിക്സുകളിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലഖാര. റൈഫിൾ ഷൂട്ടർ ആണ്, രാജസ്ഥാൻ സ്വദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിന് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് രൂപം നൽകിയ നയരേഖ. ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിന് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് രൂപം നൽകിയ നയരേഖയാണ് BioE3. ഇതിൽ BioE3യുടെ ഫുൾ ഫോം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ബയോടെക്നോളജി ഫോർ എക്കണോമി, എൻവയോൺമെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതിൽ E3 ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് വരുന്നത് എക്കണോമി, ദെൻ എൻവയോൺമെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിന് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് രൂപം നൽകിയ നയരേഖയാണ് BioE3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കടുത്ത ഭക്ഷ്യക്ഷാമം മൂലം പട്ടിണിയിലായ ജനങ്ങൾക്കു വേണ്ടി മാംസത്തിനായി ആനകളടക്കമുള്ള 723 മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യമാണ് നമീബിയ. സൗത്ത് ആഫ്രിക്കയിലുള്ള രാജ്യമാണ് നമീബിയ എന്ന് പറയുന്നത്. ഇവിടെ കടുത്ത ഭക്ഷ്യക്ഷാമം മൂലം പട്ടിണിയിലായ ജനങ്ങൾക്കു വേണ്ടി മാംസത്തിനായി ആനകൾ അടക്കം 723 മൃഗങ്ങളെയാണ് കൊല്ലാൻ അനുമതി നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷാ പരിശീലനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. പേര് യത്നം എന്നാണ് ആ പദ്ധതിയുടെ പേര്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷാ പരിശീലനത്തിന് സാമ്പത്തികമായിട്ട് സഹായം നൽകുന്ന പദ്ധതിയാണ് യത്നം. ഇനി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായുള്ള സഹായ പദ്ധതിയാണ് സഫലം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. മത്സര പരീക്ഷാ പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് യത്നമാണ്. എന്നാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായുള്ള സഹായ പദ്ധതി സഫലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനം ഉള്ള രാജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള രാജ്യം നമ്മുടെ രാജ്യമായ ഇന്ത്യ തന്നെയാണ്. ദെൻ 2-ാം സ്ഥാനം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഫിലിപ്പൈൻസ് ആണ്. ലോക നാളികേര ദിനം നമുക്കറിയാം, സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള സംസ്ഥാനം കർണാടകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള രാജ്യം ഇന്ത്യയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനം വരുന്നത് കർണാടകയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുടെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി നീതിയും ജനാധിപത്യവും അടയാളപ്പെടുത്തുന്ന പുതിയ പതാകയും ചിഹ്നവും പ്രകാശനം ചെയ്തായിരുന്നു. അത് ആരാണ് പ്രകാശനം ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ് പ്രകാശനം ചെയ്തത്.
ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ പതാകയിൽ എന്തൊക്കെ ചിത്രങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 3 ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ അശോക ചക്രയാണ്, രണ്ടാമത് സുപ്രീം കോർട്ട് ബിൽഡിംഗ് വരുന്നുണ്ട്, മൂന്നാമത് ബുക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇങ്ങനെ 3 ചിത്രങ്ങളാണ് പുതിയ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അശോക ചക്ര, സുപ്രീം കോർട്ട് ബിൽഡിംഗ്, ബുക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് വനിതാ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരമാണ് ആൻസി സോജൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മലയാളി താരമായതുകൊണ്ട് തന്നെ നമ്മളിത് ഓർത്തിരിക്കണം. ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് വനിതാ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരമാണ് ആൻസി സോജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെള്ളെഴുത്ത് ബാധിച്ചവർക്ക് കണ്ണട ഒഴിവാക്കുന്നതിനായുള്ള തുള്ളിമരുന്നിൻ്റെ പേര്. വെള്ളെഴുത്ത് ബാധിച്ചവർക്ക് കണ്ണട ഒഴിവാക്കുന്നതിനുള്ള തുള്ളിമരുന്നിൻ്റെ പേരാണ് പ്രസ്വൂ. അതുപോലെ ബ്രൂണെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ബ്രൂണെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DRDOയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. DRDOയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് കെ രാജലക്ഷ്മി മേനോനാണ്. കെ രാജലക്ഷ്മി മേനോൻ. അടുത്തത്. കൃഷിയിലും ഗ്രാമീണ സംരംഭങ്ങളിലും നൂതനവും സാങ്കേതികവിദ്യ അധിഷ്ഠിതപരവുമായ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് അഗ്രി ഷുവർ ഫണ്ട്. അഗ്രി ഷുവർ ഫണ്ട് കൃഷിയിലും ഗ്രാമീണ സംരംഭങ്ങളിലും നൂതനവും സാങ്കേതികവിദ്യ അധിഷ്ഠിതപരവുമായ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് അഗ്രി ഷുവർ ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മജ്ജ മാറ്റിവെക്കൽ ചികിത്സക്ക് സഹായകരമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളമാണ്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സക്ക് സഹായകരമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 സെപ്റ്റംബറിൽ 4 ബുർജ് ഖലീഫയുടെ അത്രയും ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയ സമുദ്രമാണ് പസഫിക് സമുദ്രമാണ്. 2024 സെപ്റ്റംബറിൽ 4 ബുർജ് ഖലീഫയുടെ അത്രയും ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയ സമുദ്രം പസഫിക് സമുദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ 2022 റാങ്കിങ്ങിൽ ഒന്നാമത് വന്നത് കേരളമാണ്. കേരളം മുന്നിലുള്ളത് 9 മേഖലകളിലാണെന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 2024 ഈ ഒരു റാങ്കിങ് പുറത്തുവിടുന്നത്. സോ 2022 റാങ്കിങ് ആണെന്ന് ഓർക്കുക. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ 2022 റാങ്കിങ്ങിൽ ഒന്നാമത് വന്നത് കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യ. 2ാം സ്ഥാനത്ത് നൈജീരിയയും ഇന്തോനേഷ്യയുമാണ് വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യയും, 2ാം സ്ഥാനത്ത് നൈജീരിയയും ഇന്തോനേഷ്യയും വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറ്റവാളികൾ ആയ കുട്ടികളെ നേരായ വഴിയിലേക്ക് നയിക്കാനും അരക്ഷിതാവസ്ഥയിലുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനുമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ വാത്സല്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ കുറ്റവാളികളായ കുട്ടികളെ നേരായ വഴിയിലേക്ക് നയിക്കാനും അരക്ഷിതാവസ്ഥയിലുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനുമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ വാത്സല്യ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.